ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ഒന്ന് കമന്റ് ബോക്സിൽ എഴുതിയേക്കണേ. ബാഗ് എടുത്ത് വെക്കോ? അതോ ഭക്ഷണം കഴിക്കോ? അല്ലെങ്കിൽ ഒന്ന് കിടക്കോ? ഞാൻ ചെയ്യാറുള്ളത് ഫോൺ എടുത്ത് എന്നെ കാത്തിരിക്കുന്ന ആ ഒരാൾക്ക് ഒരു കോൾ. എത്തി എന്ന് ഞാൻ പറയും. എത്തി എന്ന ആ ഒരു വാക്ക് രണ്ടക്ഷരമുള്ള ഒരു കുഞ്ഞു വാക്കാണെങ്കിലും അങ്ങ് ദൂരെ നമ്മളെ കാത്തിരിക്കുന്ന ആ ഒരാൾക്ക് അതൊരു വലിയ വാക്കാണ്. അതിലൊരുപാട് അർത്ഥങ്ങളുമുണ്ട്. എത്തിയോ എന്നിടയ്ക്കിടെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഒരാൾ, ഇറങ്ങിയോ, ട്രെയിൻ എത്തിയോ, ഫ്ലൈറ്റ് അറൈവായോ, എല്ലാം ഓൺ ടൈം ആയിരുന്നോ, ടാക്സി കിട്ടിയോ, എത്തിയിട്ട് വിളിക്കണേ എന്നൊരുപാട് ചോദ്യങ്ങൾ. ഒരുപക്ഷെ യാത്ര ചെയ്യുന്ന ആൾക്ക് ഇതെന്തിനാ ഇത്രയും ചോദ്യങ്ങൾ, ഞാൻ വലിയൊരാളല്ലേ എന്ന് തോന്നിയിട്ടുണ്ടാകും. എന്നിട്ട് എത്തിയിട്ട് വിളിക്കാമെന്നും പറയും. പക്ഷെ മറുവശത്ത് അവർക്ക് നമ്മുടെ എത്തി എന്നൊരു കുഞ്ഞു വാക്ക് കിട്ടിയാൽ മാത്രമേ സമാധാനമാകുള്ളൂ. വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ താമസിക്കുന്നവർക്ക് ഇത് കുറച്ചുകൂടി മനസ്സിലാക്കാനാകും. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചായാലും എത്ര മണിക്കൂർ യാത്രയായാലും എത്ര ക്ഷീണമുണ്ടെങ്കിലും എയർപോർട്ടിൽ ഇറങ്ങി ലഗേജ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ആദ്യം ഫോൺ എടുത്ത് എത്തി എന്ന് വിളിച്ചു പറയുമ്പോഴേ അവിടെ നിന്നൊരു മറുപടി വരും. ആ മോളെ, യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? സൂക്ഷിച്ചോ. ആ കുറച്ച് വാക്കുകൾക്കുള്ളിൽ അടുത്ത വർഷം കാണാം അല്ലെങ്കിൽ ഇനിയൊരിക്കൽ കാണാം എന്നൊരു കാത്തിരിപ്പുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ആ ഒരാളും മനസ്സുകൊണ്ട് യാത്ര ചെയ്യുന്നുണ്ടാകാം. നമ്മളെ കാത്തിരിക്കുന്ന ആ ഒരാൾ. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എത്തി എന്ന് മെസ്സേജ് അയക്കാറില്ല ആ ഒരാൾ ആരാണ്? പേര് പറയാൻ കഴിയുമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. അല്ലെങ്കിൽ ആ ആളെ ഓർത്തുകൊണ്ട് ഈ മൊബൈൽ സ്ക്രീനിൽ 2 പ്രാവശ്യം ടാപ്പ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു കുഞ്ഞു ചിന്തയുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ദിസ് ഇസ് ഹസ്ന സ്പാർക്ക് വൈബ്സ്. ചെറിയ ചിന്തകൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.